വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവുപോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റു നിന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ നിനക്ക് ആകുമോ? പലപ്പോഴും നമ്മെ അലട്ടുന്ന ചിന്ത, എനിക്കിതിനൊന്നും ആകില്ല, എനിക്കിതിന് കഴിവില്ല, ഞാൻ നിസ്സാരക്കാരിയാണ് എന്നൊക്കെയല്ലേ? എന്നാൽ തമ്പുരാൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ 16-ാമത്തെ തിരുവചനത്തിലേക്കാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. നസ്രത്ത് ഒരു പ്രതീകമാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടമാണ് നമ്മുടെ നസ്രത്ത്. ഞാൻ ആയിരിക്കുന്ന ഇടം, എൻ്റെ കമ്മ്യൂണിറ്റി, ഞാൻ വ്യാപരിക്കുന്ന എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ സേവന മേഖലകൾ, എൻ്റെ സൗഹൃദ വലയങ്ങൾ, അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനില്ലേ? കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനായിട്ട്. നമ്മുടെ ഇടങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരില്ലേ? അന്ധതയുടെ താഴ്വാരത്തിൽ കഴിയുന്നവരില്ലേ? അവിടെയൊക്കെ തമ്പുരാന്റെ സ്നേഹത്തിന്റെ തിരുവട്ടം കൊടുക്കാൻ നമുക്കാകണം. എങ്കിൽ നാമും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിച്ചു തുടങ്ങി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: ചിലരെങ്കിലും വായിക്കുന്ന സുവിശേഷം നിന്റെ ജീവിതമാണെന്ന്. അതെ, ചിലരെങ്കിലും ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഇനിയും വൈകിയിട്ടില്ല സഹോദരങ്ങളെ. നമുക്കും നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഒരു സ്പർശനം, ഒരു വാക്കുകൊണ്ട് നമുക്കും നമ്മുടെ തമ്പുരാന്റെ സ്നേഹത്തിന്റെ തിരുവട്ടം മറ്റുള്ളവർക്ക് നൽകാം. അതിനായി തമ്പുരാനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.